നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കാർപ്പുറൈഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു ഡിസ്പ്ലേ ആണ്. നമുക്ക് വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേക്ക് കുറേ പ്രത്യേകതകളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ റിസീവ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്, എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക. കാർപ്പുറൈഡ് എന്ന് പറയുന്ന ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ബോക്സിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പലയിടങ്ങളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. HD ഡിസ്പ്ലേ ആണ്, 7-inch ഡിസ്പ്ലേ ആണ്, IPS ഡിസ്പ്ലേ ആണ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. iPlay ഉണ്ട്, ആൻഡ്രോയിഡ് ആട്ടോ ഉണ്ട്, എയർപ്ലേ ഉണ്ട്, ഓട്ടോലിങ്ക് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വയർലെസ് ആണ്. ഒപ്പം തന്നെ ഈ ഡിവൈസിന്റെ മറ്റ് ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. USB ഉണ്ട്, ഓക്സ് ഉണ്ട്, വോയിസ് കൺട്രോൾ ഉണ്ട്, SD കാർഡ് ഇടാം, 1080p ആണ് സ്ക്രീന്, ഫോൺ ലിങ്ക് ഉണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഡിവൈസിൽ ഉണ്ടെന്നുള്ള കാര്യം ഈ ബോക്സ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പറഞ്ഞ് ഞാൻ അധികം സമയം കളയുന്നില്ല. ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി ഇതിനുള്ളിൽ എന്തൊക്കെ ഐറ്റംസ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ലഭിക്കുക ഡിസ്പ്ലേ ആണ്. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ. 7-inch IPS ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. ഇത് ഞാൻ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കുകയാണ്. ബോക്സിനുള്ളിൽ മറ്റെന്തൊക്കെ അക്സസറീസ് ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അക്സസറീസിൽ രണ്ട് ടൈപ്പിലുള്ള ബ്രാക്കറ്റ്സ് ലഭിക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് ഇതേപോലെ 3M സ്റ്റിക്കർ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ഡാഷ്ബോർഡിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാക്കറ്റ് ആണ്. വേണമെന്നുണ്ടെങ്കിൽ സ്ക്രൂ ചെയ്തും ഡാഷ്ബോർഡിലേക്ക് ഇത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ബ്രാക്കറ്റ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. ഈ രീതിയിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ മോണിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്ററിന്റെ പൊസിഷൻ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഈ രീതിയിൽ മൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇത് നമുക്ക് ഗ്ലാസ്സിൽ വേണമെങ്കിൽ സെക്ഷൻ വെച്ച് ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം രണ്ട് രീതിയിലുള്ള ബ്രാക്കറ്റ്സ് ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിനോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ സെക്ഷൻ കപ്പോട് നൽകിയിട്ടുണ്ട്. ഇത് മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു ഓക്സ് കേബിളും ലഭിക്കുന്നുണ്ട്. അടുത്തത് ഒരു കാർ ചാർജർ ആണ്. ഈ ഒരു കാർ ചാർജർ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസിലേക്ക് നമുക്ക് പവർ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനവും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ കമ്പോണന്റിലേക്ക് വരാം. ഇതാണ് ഡിസ്പ്ലേ. 7-inch IPS ഡിസ്പ്ലേ ആണ്. ഈ ഡിസ്പ്ലേയിൽ കുറെ കാര്യങ്ങൾ ഇതിന്റെ ബോട്ടം സൈഡിലായിട്ട് എഴുതിയിട്ടുണ്ട്. ബ്രാൻഡിംഗ് ഉണ്ട്, ഒരു ഹോം ബട്ടൺ കൊടുത്തിട്ടുണ്ട്, വോയിസ് കൺട്രോൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ 4 കൺട്രോൾസും ടച്ച് കൺട്രോൾ ആണ്. ഈ ഡിവൈസ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത് ഏറ്റവും മുകൾ ഭാഗത്തായിട്ടാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡിവൈസ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. ബാക്ക് സൈഡിലായിട്ട് ബ്രാക്കറ്റ്സ് കണക്ട് ചെയ്യാനുള്ള ഹോൾസ് ഉണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് ഒരു സ്പീക്കർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഡിവൈസിന്റെ മറ്റ് കൺട്രോൾസ് ലഭിക്കുന്നത് സൈഡിലായിട്ടാണ്. ചാർജിംഗ് പോർട്ട് ഉണ്ട്, USB പോർട്ട് ഉണ്ട്, AV ഔട്ട് ഉണ്ട്, ക്യാമറ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്, മെമ്മറി കാർഡ് ഇടാൻ പറ്റും, മൈക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഡിവൈസ് പ്ലാസ്റ്റിക് ബിൽഡാണ്. നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഡിവൈസ് കാറിലൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. ഇത് ഫിക്സ് ചെയ്യാനായിട്ട് വേറെ ആരുടെയും സഹായം വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു ഡിവൈസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കെ, ഫൈനലി ഞാൻ എന്റെ കാറിൽ ആ ഒരു ഡിസ്പ്ലേ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്തതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ സ്ക്രീനിൽ ഒരു ചെറിയ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കളയാം. അടിപൊളി ലുക്കാണ് സംഭവത്തിന്. അപ്പം ഇതൊരു 7-inch സ്ക്രീൻ ആണ്. നിങ്ങൾക്ക് 7-inch 9-inch ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ കാർപ്പറേറ്റിന്റെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ. അവിടെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ ഇപ്പം കാറൊക്കെ വാങ്ങുമ്പോൾ ഡിസ്പ്ലേ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് വാങ്ങാറുള്ളത്. പക്ഷെങ്കിൽ പ്രൈസിന്റെ ഒരു പ്രശ്നം വരുന്നത് കാരണം പലപ്പോഴും നമുക്ക് എല്ലാ സെറ്റിംഗ്സും കൂടുള്ള ഫുൾ ഓപ്ഷൻ വാഹനങ്ങൾ വാങ്ങാൻ സാധിക്കാതെ വരും. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഇതേപോലെയുള്ള ഡിസ്പ്ലേ വാങ്ങി നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ മിക്കതും നമ്മുടെ വണ്ടിയുടെ ഈ സിസ്റ്റം മൊത്തം ഇളക്കി മാറ്റിയതിന് ശേഷം, അതായത് ഈ കാണുന്ന ഈ ഒരു ഫ്രെയിം മാറ്റി അതിലേക്കായിരിക്കും നമ്മൾ ഇങ്ങനൊരു സിസ്റ്റം വെക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഇവിടേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രെയിം ഒറിജിനൽ തന്നെ നമുക്ക് കിട്ടണമെന്നില്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും നമ്മൾ വെക്കുന്നത്. അതേപോലെ തന്നെ ഇതിനുള്ളിലേക്ക് ആ സിസ്റ്റം വെച്ചിട്ട് ഉള്ള സിസ്റ്റം നമ്മൾ എടുത്ത് മാറ്റുകയും അതിലേക്ക് പുതിയ വയറുകൾ കണക്ട് ചെയ്യുകയും ചിലപ്പോൾ നമ്മുടെ വണ്ടിയിലുള്ള വയറുകൾ തന്നെ കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ പുതിയ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ ഒരു സിസ്റ്റം ഇതിൽ ഫിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്ത് നമുക്ക് ഇത് എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പം വണ്ടി നമ്മൾ വേറൊരാൾക്ക് കൈമാറുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് ഈ ഒരു സിസ്റ്റം ഇത് എക്സ്റ്റേണലി വെച്ചിരിക്കുന്ന സംഭവമാണ്. നമുക്ക് ഏത് സമയത്ത് ഇത് റിമൂവ് ചെയ്ത് മാറ്റി മറ്റൊരു വാഹനത്തിലേക്ക് വേണമെങ്കിൽ വെക്കാനും പറ്റുന്നതാണ്. ഞാൻ ഒരുപാട് ഷോപ്പുകളിൽ അന്വേഷിച്ചിരുന്നു ഇങ്ങനൊരു സിസ്റ്റം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് എത്ര രൂപയാകും റേറ്റ്, അതേപോലെ തന്നെ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, നമ്മൾ ഈ ഒരു സിസ്റ്റം വാങ്ങുന്നതിന് പൈസ കൊടുക്കണം, അതേപോലെ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പൈസ കൊടുക്കണം, അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രെയിം വാങ്ങുന്നതിനും പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സിസ്റ്റം വാങ്ങുന്നതിലൂടെ, അതായത് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയ കാർപ്പുറൈഡ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതിലൂടെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. 2 രീതിയിൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഒന്ന് ഡാഷ്ബോർഡിൽ ഈ രീതിയിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ്സിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഡാഷ്ബോർഡിൽ തന്നെ ഈ രീതിയിൽ ഇത് ഫിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത്
നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിവിടെ അങ്ങ് ഫിക്സ് ചെയ്യുകയാണ്. സിമ്പിളാണ് ഇത് ഫിക്സ് ചെയ്യാനായിട്ട്. ഇതിങ്ങോട്ട് ഉരിച്ചിട്ട് നേരെ അവിടോട്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഫിക്സ് ആവും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഡാഷ്ബോർഡിൽ ഈ ഒരു ബ്രാക്കറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ കാറിൽ ഈ ഒരു ഡിസ്പ്ലേ ഫിക്സ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കാറിൽ ചാർജിങ്ങിനുള്ള ഒരു പോർട്ട് ഇവിടാണ് ഉള്ളത്. ചില കാറുകളിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചാർജിങ് പോർട്ട് ലഭിക്കും. അപ്പോൾ ഞാനിത് ഇവിടെ നിന്നാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും വലിയൊരു പ്രയോജനം നമ്മളുടെ വണ്ടിയുടെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സെറ്റിങ്സുകളും ഒരു കേബിൾസും കട്ട് ചെയ്യാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ വാഹനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഡിവൈസുകൾ നമ്മുടെ വണ്ടിയിലേക്ക് വെക്കുമ്പോൾ ഒരു ഗുണം. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുന്ന കേബിളുകളൊക്കെ തന്നെ വിസിബിൾ ആയിരിക്കും. അതായത് ഈ രീതിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നുകിൽ ഇതിനുള്ളിലൂടെ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പുറത്തൂടെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഹൈഡ് ആകുന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഞാൻ അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അത് ചെയ്യും. ഇപ്പം ഞാൻ ഈ വണ്ടി ഓൺ ചെയ്ത് വെച്ചേക്കാണ്. ജസ്റ്റ് ഞാൻ കീ തിരിച്ച് ഒന്ന് ഓഫാക്കുകയാണ്. ഓഫായി കഴിഞ്ഞപ്പം സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഡിസ്പ്ലേ ഓഫായിട്ടുണ്ട്. ഇനി ഞാൻ കാറൊന്ന് ഓൺ ചെയ്യുകയാണ്. കാർ ഓൺ ആയപ്പോൾ ഡിസ്പ്ലേയും ഓണായി വന്നിട്ടുണ്ട്. ഇനി ഒരു ഡിവൈസിൽ എന്തൊക്കെ സെറ്റിംഗ്സുകളുണ്ട്, എന്തൊക്കെ ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ടെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഓട്ടോ പ്ലേ വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഐപ്ലേ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഓട്ടോ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വയർഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോൺ സ്ക്രീൻ മിററിംഗ് സാധിക്കുന്നതാണ്. അടുത്തായിട്ട് ഇവിടെ ഒരു ഇക്വലൈസറിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും ഇക്വലൈസ് ചെയ്യാനും സാധിക്കും. ഇനി ഇവിടെ അടുത്ത ഓപ്ഷൻ ആണ് ബ്ലൂടൂത്ത്. ബ്ലൂടൂത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിവൈസിന്റെ ബ്ലൂടൂത്ത് നെയിം എന്താണെന്നുള്ളതൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഈ ഡിവൈസ് എന്റെ ഫോണുമായിട്ടൊന്ന് കണക്ട് ചെയ്യുകയാണ്. ഫോണിൽ ബ്ലൂടൂത്ത് സെറ്റിംഗ്സിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അവൈലബിൾ ഡിവൈസിൽ കാർപുറൈഡ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പെയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവൈസുമായിട്ട് നമ്മളുടെ ആൻഡ്രോയിഡ് സിസ്റ്റം കണക്ട് ആവും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്റെ ഡിവൈസുമായിട്ട് ഇത് കണക്ട് ആയിട്ടുണ്ട്. കണക്ട് ആയതിനു ശേഷം ആൻഡ്രോയിഡ് ഓട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡിവൈസുമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെന്നും അതിൽ നിന്ന് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. വാട്സ്ആപ്പ് ഉണ്ട്, യൂട്യൂബ് മ്യൂസിക്, അതേപോലെ തന്നെ സെറ്റിംഗ്സ്, അതായത് മെസ്സേജിംഗ് ആപ്ലിക്കേഷൻസ് എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ മ്യൂസിക് ആപ്സുകളും കിട്ടുന്നുണ്ട്. ഇവിടെ യൂട്യൂബ് മ്യൂസിക് കിട്ടുന്നുണ്ട്, അതേപോലെ ആമസോൺ മ്യൂസിക് കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മ്യൂസിക് ആപ്സ് ലഭിക്കുന്നുണ്ട്. ഇവിടെ കസ്റ്റമൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ നിന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആപ്സ് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് വേണ്ട ആപ്സ് ആഡ് ചെയ്യാനും വേണ്ടാത്ത ആപ്സ് ഈ ഡിസ്പ്ലേയിൽ നിന്ന് ഒഴിവാക്കാനും സാധിക്കും. ആൻഡ്രോയിഡ് ഓട്ടോയിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആകാനായിട്ട് നമുക്ക് ഇവിടെ ആപ്പ് സെക്ഷനിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ എക്സിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ സ്ക്രീനിലേക്ക് വരാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് USB കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ USB കണക്ട് ചെയ്തിട്ടില്ല. അതേപോലെ മെമ്മറി കാർഡ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അടുത്തത് FM ആണ്. നമുക്ക് ഇവിടെ ബാൻഡ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രീസെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ രീതിയിൽ ഓരോ ബാൻഡിലേക്ക് മാറാനും സാധിക്കും. അതിനടുത്തായിട്ട് സെറ്റിംഗ്സ് ഉണ്ട്. സെറ്റിംഗ്സിൽ നമുക്ക് ഇവിടെ ആദ്യം ചെയ്യാൻ പറ്റുന്നത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ഇവിടെ ഡിവൈസ് സ്പീക്കർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസിനുള്ളിലെ സ്പീക്കറിൽ നിന്നായിരിക്കും നമുക്ക് സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഇനി ഈ പ്രൊഡക്റ്റിന്റെ ബിൽഡ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. 7-inch ഡിസ്പ്ലേ ഉള്ള ഒരു ഡിവൈസ് ആണിത്. ഫുള്ളി പ്ലാസ്റ്റിക് ബിൽഡ് ആണ്. പക്ഷെങ്കിൽ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എല്ലാ അക്സസറീസും നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിൽ ബിൽഡ് ചെയ്ത അക്സസറീസും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള കോംപ്രമൈസ് ഒന്നും തന്നെ കമ്പനി ചെയ്തിട്ടില്ല. നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് ആണ്. ഡിസ്പ്ലേയുടെ ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ HD അല്ല, HD ഡിസ്പ്ലേ ആണ്. പക്ഷേ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയും കളേഴ്സും ബ്രൈറ്റ്നസും ഒക്കെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഡിവൈസിന് ബ്രൈറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നസ് ഉണ്ടെങ്കിൽ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നല്ല വെട്ടമുള്ളിടത്ത് വെയിലുള്ള ഭാഗങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ കമ്പനി നല്ല രീതിയിലുള്ള ഒരു ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് സിസ്റ്റം ഇതിനുള്ളിൽ നൽകിയിട്ടുണ്ട്. നമ്മൾ ഓട്ടോ ബ്രൈറ്റ്നസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിയിലുള്ള ലൈറ്റിനനുസരിച്ച് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ആവുകയും ചെയ്യും. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഡാഷ്ബോർഡിന് മുകളിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി എവിടെയെങ്കിലും വെയിലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം വണ്ടി അവിടെ കിടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്പ്ലേ ഹീറ്റ് ആകാനും അതേപോലെ തന്നെ പൊട്ടിത്തെറിക്കാനൊക്കെയുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ ഈ ഒരു ഡിസ്പ്ലേയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം ഇതിൽ ഡയറക്റ്റ് ആണ് നമ്മൾ പവർ കൊടുക്കുന്നത്. നമ്മുടെ വണ്ടി ഓൺ ആകുന്ന സമയത്ത് മാത്രമേ ഇതിലേക്ക് പവർ ചെല്ലുകയും ഇത് ഓൺ ആകുകയും ചെയ്യത്തുള്ളൂ. അതല്ലാതെ ഇതിൽ ബാറ്ററി സേവ് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയില്ല. അതായത് ബാറ്ററി ഇല്ല ഇതിനുള്ളിൽ. അതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിയുടെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 2 ആഴ്ചയിൽ കൂടുതലായി. കഴിഞ്ഞ 2-3 ദിവസം ഞാൻ ഒരിടത്ത് സ്റ്റേ ചെയ്ത സമയത്ത് അവിടെ കാർ പാർക്കിംഗ്
പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്താണ് കൊണ്ടിട്ടത്. ഒരു 3 ദിവസം വണ്ടി വെയിലത്ത് കിടന്ന് ഉരുകി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അവസ്ഥയിൽ കൊണ്ടിട്ടിട്ട് പോലും ഡിസ്പ്ലേയിൽ ഒരു രീതിയിലുള്ള പ്രശ്നമോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വെയിലത്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ ലാഗാകി അങ്ങനെയൊന്നുള്ളൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആ ഒരു ടെൻഷൻ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മാറി കിട്ടി. പിന്നെ ഇതിന് മെയിനായിട്ട് എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയേഴ്സൊക്കെ ഇതിൽ കൊടുക്കുന്ന കണക്ട് ചെയ്യുന്ന വയേഴ്സൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ അത് ഏതെങ്കിലും നല്ലവണ്ണം വർക്ക് അറിയാവുന്ന ആളെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അവരത് നമ്മുടെ ഡാഷ്ബോർഡിനുള്ളിലൂടെ ആക്കി സെറ്റാക്കി തരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് എൻ്റെ കാറിൽ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നും എവിടെ നിന്ന് ഇത് ബൈ ചെയ്യാമെന്നും എങ്ങനെ ബൈ ചെയ്യാമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഒരു കൂപ്പൺ കൂടെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പർട്ടിക്കുലറായിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഞാൻ പറയാത്തതിൻ്റെ കാര്യം, അപ്പോൾ ഇപ്പം ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റിനോടൊപ്പം തന്നെ ക്യാമറ ഉള്ളതുണ്ട്, ക്യാമറ ഇല്ലാത്തതുണ്ട്, സിംഗിൾ ക്യാമറ ഉള്ളതുണ്ട്, ഡബിൾ ക്യാമറ, അങ്ങനെ പല രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഇത് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ പ്രൈസ് അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂപ്പൺ കോഡൊക്കെ എൻ്റർ ചെയ്തുകൊണ്ട് ഡിസ്കൗണ്ടിൽ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് പഴയ കാറൊക്കെ ഉള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആവും. ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് നമുക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.